വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരാണ് SIR അഥവാ സ്പെഷ്യൽ ഇൻസെൻറ്റീവ് റിവിഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. അപ്പോൾ എന്നാൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊരു കാര്യം വന്നാൽ ഉടനെ നമ്മൾ വീഡിയോ ചെയ്യില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായതിനു ശേഷമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ നമ്മൾ SIR റെമ്യൂണറേഷൻ ഫോം നമ്മുടെ BLOമാർ നമ്മുടെ വീടാന്തരം കയറി ഇറങ്ങിയിട്ടാണ് ഈ പറഞ്ഞതുപോലെ അത് ഫില്ല് ചെയ്ത് അത് സബ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഓൺലൈനായി വന്നിരിക്കുന്നു എന്നൊരു വിവരം അറിയാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ CSC സെൻറ്ററിൽ ഒരുപാട് ആളുകൾ ഇത് അന്വേഷിച്ച് വരുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ SIR എന്ന് പറയുന്ന ഈ ന്യൂമറേഷൻ ഫോം നമ്മൾ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് ഞാനിന്ന് പറയാം. അതായത് 2002 നമ്മുടെ വോട്ടർ പട്ടിക അത് പരിഷ്കരിക്കുന്ന ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് SIR. അപ്പോൾ ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മുടെ മരണപ്പെട്ട ആളുകൾ ഇപ്പം അടുത്ത 2026 വോട്ടെടുപ്പ് വരുമ്പോൾ അതിനകത്ത് കൂടുതൽ സുഗമപരമായി നടക്കുവാൻ വേണ്ടിയിട്ട് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ നമ്മുടെ മരണപ്പെട്ട ആളുകളുടെ പേര് ഒഴിവാക്കാനും ഇരട്ട വോട്ട് തടയൽ, കള്ളവോട്ട് തടയൽ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതുമൂലം ഇതിനകത്ത് സുഗമമായി നടക്കാൻ സാധിക്കും. അപ്പോൾ ഈ എന്യൂമറേഷൻ ഫോം നിലവിൽ BLOമാർ നമ്മുടെ വീടാന്തരം കയറി നമ്മുടെ ഡീറ്റെയിൽസ് ശേഖരിച്ച് കൊണ്ടുപോകുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് ഓൺലൈൻ ആയിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പം വിദേശത്തുള്ള ആളുകളായിക്കോട്ടെ, ഇപ്പം നമ്മുടെ സ്ഥലത്തില്ലാത്ത ആളുകൾക്കും എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഒരു സംവിധാനം കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനം നമുക്ക് voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറി നിങ്ങൾ വോട്ടേഴ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റ് കിട്ടും. അതിൽ കയറി നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ റെമ്യൂണറേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആധാറിലെ പേരും നിങ്ങളുടെ വോട്ടേഴ്സ് ID പേരും ഒന്നായിരിക്കണം. അതുപോലെ ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിരിക്കണം. ഇവയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അല്ല സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഈ കോമൺ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ആയതുകൊണ്ട് അപ്പോൾ കോമൺ സർവീസ് സെൻ്ററിന് ഇതിനെക്കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കിട്ടിയതിനാൽ ഈ പറഞ്ഞ പോലെ അവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ പഴയ വോട്ടർ ID ഉള്ള കസ്റ്റമേഴ്സ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സെൻറ്ററിൽ വന്നിട്ട് ചോദിക്കാൻ പറ്റും, ഇത് നമുക്ക് പുതുക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് പുതിയ മോഡലാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ വേണം, നിങ്ങളുടെ ആധാർ കാർഡ് വേണം, പിന്നെ ജനനത്തീയതി തെളിയിക്കുവാൻ വേണ്ടിയിട്ട് SLC ബുക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആധാറിലെ കൃത്യമായിട്ട് ഡേറ്റ് ഓഫ് ബർത്തോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങളുടെ പഴയ വോട്ടർ ID കാർഡ് നമുക്ക് പുതുക്കി ഇപ്പോഴത്തെ PVC കാർഡ് രൂപത്തിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ വോട്ടേഴ്സ് ID പുതുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പഴയ കാർഡിൽ നിന്ന് നമ്മൾ പുതിയ കാർഡിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് ഫോട്ടോയും മറ്റു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് ഒരാഴ്ച 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് ജനറേറ്റ് ആവുമെങ്കിലും ഒറിജിനൽ കാർഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 3-4 മാസം ഇപ്പോഴും ഡിലേ ആവുന്നുണ്ട്. അത് പെട്ടെന്ന് കിട്ടുമെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഡിലേ ആവുന്നുണ്ട്. അത് ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ആളുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ വന്നിട്ട് എൻ്റെ കാർഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കാര്യവുമില്ല. കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ നമുക്ക് ഡിജിറ്റൽ വെർഷൻ എടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ PVC കാർഡ് വേണമെങ്കിൽ PVC കാർഡ് ആക്കി തരും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ലാമിനേറ്റ് ചെയ്ത് കാർഡ് ആക്കി കിടങ്ങന്നൂർ CSC സെൻറ്ററിൽ നിന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ ഒറിജിനൽ പതുക്കെ അത് വരികയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ പുതിയ വോട്ടർ ID കാർഡ് എടുക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിനെ ആശ്രയിക്കാവുന്നതാണ്. നിരവധി PVC കാർഡുകളാക്കി നമ്മൾ ഈ പറഞ്ഞ പോലെ വോട്ടർ IDs എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വോട്ടർ ID എടുക്കുവാനും പിന്നെ ഈ പറഞ്ഞ പോലെ SIR ഫോം ഫില്ല് ചെയ്യുവാനും ഓൺലൈൻ ഫില്ല് ചെയ്യുവാനും നിങ്ങൾക്ക് CSC സെൻറ്ററെ ആശ്രയിക്കാവുന്നതാണ്. അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളിലും എത്തിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.